ഒരു കുഴൽക്കിണർ അല്ല നിങ്ങൾ കിണർ കുഴിച്ചാൽ അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാലോ സൂപ്പർ വെള്ളം. ആരോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അവിടെ പണ്ട് ശവം കുഴിച്ചിട്ടുണ്ട് പറയും. ഇപ്പോഴത്തെ കാലത്തൊക്കെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലുതും അപ്പൊ നമ്മളെ മനസ്സാണ് ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ അത് ശരിയാവും. അപ്പൊ മനസ്സിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ അങ്ങനെ അതൊരു എഡ്യൂക്കേഷൻ കൊടുത്തത്. ജീവൻ ഒരു മെഷീനാണ്. നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിനൊന്ന് ഓഫാക്കി ഓൺ ചെയ്യാണ് ഈ വർക്ക് എന്നുള്ളത്. വീണാൽ നമ്മൾ പഠിക്കുള്ളൂ. വീണ് പഠിക്കണം. ഇരുന്ന് കച്ചവടം ചെയ്ത് വലുതായ ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട് ഒരു നേര ആൾക്കാർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് അത് നല്ല ലാഭമല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. അവിടെ ബ്രേക്ക് ഇട്ടു. ഇന്ന് രാവിലെ ഒരാളെന്നെ വിളിച്ചിട്ട് എന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വിളിച്ചാണ്. സംഭവം ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചു. പുള്ളിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കാലിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു മനുഷ്യന് 24 hours ഉള്ളൂ. കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല, GCCയിൽ ഒരു ദിവസം GCCയിൽ, ഒരു ദിവസം ചൈനയിൽ, ഒരു ദിവസം നാട്ടിൽ, ഇങ്ങനെ നടക്കുന്ന 58-ാം വയസ്സിലും ഒരു 24-കാരൻ്റെ ഒരു പ്രസ് റിപ്പോർട്ട് നടന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കണ്ടതും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല. ഇത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലയാളികൾക്ക് വരുന്ന ഒരാളുണ്ട്. ഇപ്പം MA യൂസുഫ് അലി സാഹിബിനൊക്കെ പിന്നെ ലുലുവിനൊക്കെ സ്ഥലം എടുത്തു കൊടുത്തെന്നൊക്കെ രൂപത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിരുന്ന ഒരാളുണ്ട്. ഇന്നിപ്പോൾ മാഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കണ്ട് കുറേ കാലമായി നമ്മളിങ്ങനെ വിചാരിച്ചത് ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് സമയം വന്ന് ചേരുകയാണ്. വെൽക്കം ദ റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള, മിസ്റ്റർ കാരാടൻ സുലൈമാൻ. താങ്ക് യു. എന്താണ് കാര്യങ്ങളൊക്കെ പറയും? ഈ ഫർഹാൻ അക്തറിനെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ 58 നേരെ ഒരു 30ലേക്ക് വരും. എന്താ വെച്ചാൽ കുറേ വീണ് എണീറ്റിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതായത് ഒന്ന് ചെയ്യും, അതിലൊന്ന് വീഴും, പിന്നെയും എണീക്കും, പിന്നെയും വീഴും. അങ്ങനെ എണീറ്റ് ഇപ്പം എണീറ്റ് ഉറച്ചു നിൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. തീർച്ചയായും. ആ വീണത് കൊണ്ടാണ് ഞാൻ ഫർഹാൻ അക്തറിനെ ഇഷ്ടപ്പെടുന്നത്. എന്താ പറയുക, അങ്ങനെ ആവണം. വീണാൽ നമ്മൾ പഠിക്കുള്ളൂ. വീണ് പഠിക്കണം. വീണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് എൻ്റെ ഖത്തറിലെ ലൈഫിലൊക്കെ ഉള്ള സംഭവമൊക്കെ അതൊക്കെ വലിയൊരു അനുഭവമാണ് ലൈഫിൽ. തീർച്ചയായിട്ടും. അതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട്. ഇപ്പം കണ്ട നീ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഷർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം നീ ആകെ ഒരു എപ്പോഴാണെങ്കിലും ഒരു ടീഷർട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായി. അപ്പോൾ അതുകൊണ്ട് നിന്നിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. നിനക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ അതിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യന്മാർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഇന്നിപ്പോൾ ഏത് ഷർട്ടാണ് ഇടുക, ഞാൻ ബിയേർഡ് സെറ്റായിട്ടുണ്ടോ. ഇതെല്ലാം ആക്ച്വലി കോൺഫിഡൻസിനെ ബാധിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി നമ്മൾ വാൾഡ്രോപ്പിൽ നമുക്ക് ഏറ്റവും, കാരണം നമ്മൾ എത്ര ഷർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനം നമ്മൾ ഇടലുണ്ടാവുള്ളൂ. അതിടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരുപാട് സാധനം എന്നും, ഒരുപാട് ഷൂ, ഒരുപാട് ഷർട്ട്, അതൊന്നും മനുഷ്യന് ആവശ്യമില്ല. നമ്മളെ സമയം ഇതിൽ കളയേണ്ടതല്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വലിയ ആൾ, നമ്മൾ സ്റ്റീവ് ജോബ്സിനൊക്കെ സ്റ്റോറിയൊക്കെ വായിച്ച് മനസ്സിലാവും, അവർക്കൊന്നും ഇതിലൊന്നും കൺസേൺ അല്ല. അപ്പോൾ ഷോർട്സൊക്കെ ഇട്ടിട്ട് അവർ പ്രശ്നം, കാരണം അവരുടെ കോൺഫിഡൻസ് ആക്ച്വലി അവരെ കോണ്ടന്റിലാണ്. മെറ്റീരിയലിൽ നിന്ന് കാണിച്ചുണ്ടാക്കേണ്ടതല്ല ആക്ച്വലി. അതൊരു പോയിന്റ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സമയം കളയണ്ട. നമ്മളൊരു നമ്മളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ സുലൈമാൻ ഖാൻ്റെ കാര്യം നമുക്കൊക്കെ, ഇപ്പോൾ നമ്മളൊക്കെ നോക്കിക്കാണ്, നിങ്ങളിപ്പുറത്തെ ആൾക്കാരുടെ ഒരു ഓട്ടാണ്. ഞാൻ പറയും, ഞാൻ ആക്ച്വലി ഒരു 10-10 കിടക്കലുണ്ട് നോർമലി. എന്തോ ഒരു കുറച്ച് ഡിലേ ആയിട്ടാണ് 11-10 സുലൈമാനൊക്കെ മെസ്സേജ് അയക്കുന്നത്. അന്ന് നിങ്ങൾ ലൈവാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ കുറേ മീറ്റിങ്സും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു 11-11:30 ലൈവായിട്ട് ഫോണിൽ കാണാം. പിറ്റേന്ന് വീണ്ടും രാവിലെ ചോടുകയാണ്. ഒരു റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒക്കെ ഉണ്ടാവാം. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വാപ്പാനോട് പറയുന്നുണ്ട്, വാപ്പക്കൊക്കെ പിന്നെ ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് നമ്മൾ പരിപാടി ഉണ്ടല്ലോ, എക്സസൈസിൻ്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഷൂ ഒക്കെ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ എന്തായാലും എക്സസൈസിന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നാലും ഇവരൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഓടുന്നത് കൊണ്ട് നമുക്ക് പ്രായമാവില്ല. ഈ ഓടുന്നതുകൊണ്ട് പ്രായമാവാത്ത കാരണം നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. കാരണം പുതിയ ആൾക്കാരെ ആ വൈബിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു ഇൻസ്പിറേഷൻ. അവിടെ എന്താ പറയുക, 10 മീറ്റിംഗ് വെച്ചു. ഇന്നലെ 12:10 ഒരാൾ ഓഫീസിൽ വന്നിരുന്നു, ദുബായ് ഓഫീസിൽ.
അല്ല പകല്. അപ്പോൾ ഞാൻ 12:15 12:40 12:30 കുത്തുബ തുടങ്ങും, നിസ്കാരം തുടങ്ങുന്നു. അപ്പോൾ അവരവിടെ വന്നപ്പോൾ അവരെ മാറ്റി ഉച്ച കഴിഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്താൽ അതൊരു വേറെ മീറ്റിംഗ് ആവും. ഞാൻ ഉടനെ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് അവരിട്ടിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയാനുള്ളതും എനിക്ക് അവരോട് പറയാനുള്ളതും കൂടി ഞാൻ 6-7 മിനിറ്റ് കൊണ്ട് തീർത്ത് ആ മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗ് ഫിനിഷ് ചെയ്ത് ഷെയ്ക്കാൻ എടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിരിഞ്ഞു. എനിക്ക് ജുമ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമ്മളെ മനസ്സാണിത്. അപ്പോൾ അത് അപ്പോൾ വിചാരിക്കുക ഇതിപ്പം ഒന്ന് വേണ്ട, ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ മനസ്സിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും ട്രാഫിക്കാണ്. ഇപ്പോൾ കൊച്ചി ആയാലും തിരുവനന്തപുരത്തായാലും കോഴിക്കോടാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ ട്രാഫിക് കുറേ ഏർലി മോർണിംഗ് 4 to 5. ഇപ്പോൾ രാത്രി സ്ഥലം കണ്ടാലും പകൽ സ്ഥലം പകൽ കാണേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ രാത്രിയും കാണാം പ്രശ്നമില്ല. അപ്പോൾ ഈ ഏർലി മോർണിംഗ് സമയം നമ്മളൊരു 1-1.5 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടടുത്ത് മുഴുവൻ പോയിട്ട് വരാം. അപ്പോൾ ഒരു ഡേ കിട്ടി. തീർച്ചയായിട്ടും. എന്നിട്ട് വേണമെങ്കിൽ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിരുന്നാൽ ഒരു ഉച്ചവർക്ക് ഉണ്ടാകേണ്ട ഒരാളാണ് ഞാൻ. ഉച്ചവർക്ക് ഒരു മണിക്കൂർ. അല്ല, ഇതൊരു സക്സസ് സീക്രട്ട് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് വലിയ ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും സക്സസ്ഫുൾ ആയ ലീഡേഴ്സിനൊക്കെ ഉള്ളൊരു ഏറ്റവും വലിയൊരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറഞ്ഞ 2 സാധനങ്ങൾ. ഈ മൈൻഡ് സെറ്റ്, ഉറക്കത്തിനൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇവർ ഇപ്പം സുലൈമാനിക്കാണെങ്കിൽ ഇപ്പം ഞാനെ കൊണ്ട് ഒരുപാട് ആൾക്കാരാണ്, ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത്രയും ആൾക്കാരുണ്ട്. ഇവരൊക്കെ 4 മണിക്കൂർ ഉറങ്ങിയാലും 3 മണിക്കൂർ ഇവർ എണീക്കുന്ന സമയത്തിൽ യാതൊരു മാറ്റമില്ല. പിന്നെ അവർ കോംപ്രമൈസ് ചെയ്യുന്ന ഉച്ചക്കുള്ള ചെറിയ ഉറക്കത്തിലും കാര്യങ്ങളൊക്കെ. അപ്പം റുട്ടീന് തെറ്റുന്നില്ല, ആ സ്ട്രക്ചർ തെറ്റുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഈ പറഞ്ഞതുപോലെ എനർജിക്ക് ഭയങ്കരമായിട്ട് ഇതൊരു മെഷീനാണല്ലോ. യെസ് ഒരു ജീവനൊരു മെഷീനാണ്. അതിൽ നമ്മൾ വെള്ളം കുടിക്കണ മൂത്രടക്കൽ സാറൊക്കെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ നമ്മളെല്ലാം ഈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് എൻജിനൊന്ന് ഓഫാക്കി ഓൺ ചെയ്യാണ് ഈ വർക്ക് എന്ന് പറയുന്ന സാധനം. തീർച്ചയായും അതപ്പോൾ അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അത് വേണം. അതില്ലെങ്കിൽ ഇപ്പോൾ ഈ കാലുവേദന എന്ന് പറഞ്ഞത് ഈ വർക്കിൻ്റെ കുറവാന്ന് പറഞ്ഞത്. തീർച്ചയായും. അപ്പോൾ റെസ്റ്റ് വേണം. റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കരുത്. പക്ഷേ അതിനെങ്ങനെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമുക്ക് ഒരു ദിവസത്തിനെ 3 ദിവസമാക്കിയിട്ട് ടെൻഷൻ ഇല്ലാതെ ഫാമിലിക്കും കൊടുക്കുക, ബിസിനസ്സിനും കൊടുക്കുക. പിന്നെ ഈ രാവിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് വലിയ സംഭവമാണ്. നമുക്കുള്ള സമയം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് അല്ലെങ്കിൽ ബ്രോക്കർമാർ അല്ലെങ്കിൽ ഏജന്റുമാർ അവർ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് റെഡിയാണ്. ഞാൻ ചോദിക്കും ചില ഒരു 4:30 മണിക്ക് പറ്റുമോ? 4:30 മണിക്കോ സുലൈമാനിക്ക് ചോദിക്കും. ആ 4:30 മണിക്ക് നമുക്ക് പോയിട്ട് റൗണ്ട് അടിച്ചിങ്ങനെ ചായയും കുടിച്ച് വരാറാ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് 2 മണിക്കൂർ കൊണ്ട് ഒരു 5 മണിക്കൂറിന് പണിയെടുക്കാം. അതാണ് ഈ ഒരു ഹാർഡ് വർക്ക്. പിന്നെ ഹാർഡ് വർക്ക് ഒരു പാഷനായിട്ട് ചില ആൾക്കാർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണല്ലോ. അല്ല, ഈ ഓട്ടത്തിനിടയിൽ ഇപ്പം പറയുകയാണെങ്കിൽ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പം പല ആളുകൾക്കും മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ചില ആളുകൾക്ക് എണീച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റത്തെ മോർണിംഗിന് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ചെറിയ ഡിസിഷൻ അല്ല, ഒരാളുടെ ലൈഫിൽ ഒരു വലിയൊരു ഡിസിഷനാണ്. ലൈക്ക് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ചെറിയൊരു നമ്മൾ ഹോട്ടലിൽ ചായ കുടിക്കുന്നത് പോലെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വലിയ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകുമ്പം ആ എനർജി ബാലൻസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. എന്താണ് അതിൻ്റെ സീക്രട്ട്? അത് ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുള്ളൂ. ഇന്ന് രാവിലെ ഒരു സംഭവം ഡീല് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വഴി ഒരു മെയില് അയക്കാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അത് ഒരു മാസമായിട്ട് തട്ടി കളിക്കുക. അപ്പോൾ ഞാൻ നമ്മളെ കമ്പനി വക്കീലിനോട് പറഞ്ഞു നിങ്ങളൊരു മെയിൽ വാങ്ങിയായിരുന്നു. അപ്പോൾ അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകണം. ആ മെയിലൊന്ന് കൊടുക്കുക, മെയിലൊന്ന് കൊടുത്ത് ഒരു റേറ്റ് ഒന്ന് കൺഫേം ആക്കിയെന്ന് പറഞ്ഞു. ആ മെയിൽ കൊടുത്തു രാവിലെ 9:30 മണിക്ക്. അപ്പോൾ ഇതിനടുത്ത ആൾക്കാർ വക്കീൽ വെച്ചിരുന്ന ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ ആ ഡീല് ക്ലോസ് ആയി. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഏജൻറ്റുമാർ ബ്രോക്കർമാരായിട്ട് കുറേ ആൾക്കാർ ഒരു മാസമായി ചുറ്റിപ്പറ്റി നടക്കണം. ഞാനത് ഒരൊറ്റ വാക്കുകൊണ്ട് വേഗം ആ മെയിൽ അയക്കാൻ പറഞ്ഞു, കൺഫേം ആക്കി. ഒരു 1.5 കോടി രൂപേൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, അത് സോർട്ട് ഔട്ട് ചെയ്തു. അപ്പോൾ അത് എന്താ വെച്ചാൽ അതൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാൻ പറയാൻ വെച്ചൊരു സംഗതി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത്, പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കും, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കും. റിജക്ഷൻ എന്ത് ചെയ്യും? നമ്മൾ സ്ട്രെങ്ത് ആക്കും. റിജക്ഷനെ സ്ട്രെങ്ത് ആക്കുമ്പോഴും പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുമ്പോഴും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനും ഒക്കെ ആർക്ക് കഴിയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഒരു സംഭവം. ആ ഒരു വീക്ക്നെസ് വന്നോടത്ത് എക്സൈറ്റ്മെന്റ് കൊടുത്ത് ആ ഒരു എക്സാമ്പിൾ, ആ ഒരു പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളമില്ലാന്നോ? നല്ല രസമായി. ആരത് പറഞ്ഞങ്ങളോട്? ആരാ? ഒരു കുഴൽക്കിണർ അല്ലെങ്കിൽ കിണർ കുഴിച്ചാൽ അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാലോ സൂപ്പർ വെള്ളം.
ആരോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത് പണ്ട് അത്ര പിന്നെ ഒരു പറമ്പിൽ അവിടെ പണ്ട് ശവം കുഴിച്ചിട്ടുണ്ട് പറയും. ഇതൊക്കെ പറയുന്ന സാധനം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും പോവോ? അവിടെ ആ മല ഒരു ശരിയല്ല പലതും പറയും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബയറോട് പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റണം. അതാണ് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സംഗതികൾ ഈ ഈ ഈ ഒരു വലിയ ഒരു നെടുമ്പാശ്ശേരിയിൽ നിന്നുണ്ടായ സംഭവമാണ്. വലിയൊരു തോട്, ഇതിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവിടുന്ന് ഒരു ബോട്ട് കൊച്ചിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലെങ്ങനെ പോയിട്ട് ആ ബോട്ട് ഇതിലെ മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. അപ്പോൾ എടുക്കുന്ന ആൾ അതെ ബോട്ടോ ബോട്ട് ഇതുവരെ ടൂറിസം വകുപ്പ് കൊടുത്തിട്ടില്ല, ടൂറിസം ഒന്നും പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ശോഭ ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ കുറേ ആൾക്കാർക്ക് പിന്നെ പ്ലസ് ഉണ്ടാവും, അതിനാൾക്കാർ മൈനസ് പറയാനുണ്ടാവും. ആ മൈനസിന് നമ്മൾ മുന്നിൽ വരുമ്പോൾ അത് നമ്മളൊന്നുമില്ലാതെ അത് നമ്മൾ യാഥാർത്ഥ്യം പറയുള്ളൂ. അതിലൊരു സംശയം, ഇപ്പം ഈ പലരും പറയാറുണ്ട് സെയിൽസിൽ കളവ് പറയണം, പ്രത്യേകിച്ച് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ആൾക്കാരൊക്കെ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അക്തര ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് പിന്നെ നമ്മൾ ചില സംഗതികളൊക്കെ കേട്ട് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ആ പരിപാടി നിർത്തി. പിന്നെ അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ കളവ് പറഞ്ഞിരുന്നു, ഇടപാടിൽ മോശമായിരുന്നു. അതായത് ഓവർലോഡ് എല്ലാവരും ഇപ്പോൾ അക്തറിനോട് പ്രത്യേകിച്ച് പറയാം, പുതിയ യങ്സ്റ്റേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് ഇടപാട് എങ്ങനെ മോശമാകുമെന്ന് അറിയോ? ഓവർലോഡ് എടുത്തിട്ട് അതും എടുക്കും ഇതും എടുക്കും. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കടന്നു എല്ലാവർക്കും അവിടെ ശ്രദ്ധിക്കണം. പിന്നെ വിനാശകാല വിപരീത ബുദ്ധി. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതെന്തെങ്കിലും ആയിട്ടേ നമ്മൾ മറ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതിൽ ഞാൻ ഫെയിലായിരുന്നു. നമ്മളെല്ലാത്തിലും നോക്കി അവിടെ ഭയങ്കര ഫെയിലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പിന്നെ ഈ നല്ലൊരു സംഗതി ചെയ്ത് കുറച്ച് പൈസ ആകുമ്പോഴേക്കാരം ഒരാളൊന്ന് പറയാം ഇന്നത് ചെയ്താൽ ഭയങ്കര ലാഭം കിട്ടും. ഞാൻ പലപ്പോഴും ഇവിടുത്തെ GCCയിലെ ഓൺടർപ്രണേഴ്സിനോടൊക്കെ നമ്മൾ ഡെയിലി ഓൺടർപ്രണേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഡെയിലി MBA എടുക്കുകയാണല്ലോ. അപ്പം പഠിച്ച് മനസ്സിലായ കാര്യം, ഇവിടെ ആരും ബിസിനസ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടില്ല. ദുബായിലും അല്ലെങ്കിൽ ഖത്തറിലൊന്നും ബിസിനസ് ചെയ്തിട്ട് ഒരാൾ ഫെയിൽ ആയിട്ടില്ല. ബിസിനസ് ചെയ്ത് പൈസ ആയതിനു ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ പറ്റാത്ത പലതിനും കൊണ്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഫെയിൽ ആയത്. സത്യം. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിക്കോളി. ഓരോരുത്തർ വന്ന് പറയുമ്പോഴുള്ള സംഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനടക്കം പറയലുണ്ട് ഓരോരുത്തരോട് പറയുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. അത് അവരുടെ ഐഡിയ ആണ്. നമുക്ക് നമ്മളെ ഐഡിയക്ക് മാത്രം പോയി ചില മുതലാളിമാരെ പേര് ഞാൻ പറയുന്നില്ല, കാര്യപ്പെട്ട ഇന്ന് ഏറ്റവും വലിയ പണക്കാരനായ എല്ലാ ആൾക്കാരും MA യൂസഫ് അലിഖാനെ കണ്ടു പഠിക്കണം. അദ്ദേഹം ആവശ്യമില്ലാത്ത ലാൻഡ് വാങ്ങിയിട്ടില്ല, ആവശ്യമില്ലാത്ത ഡീലുകളിൽ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യും. അത് എന്തൊരു രസകരമായിട്ടാണ്. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഹോട്ടൽസ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രൊഡക്ഷൻസിലല്ലാണ്ട് വേറൊരു സംഗതി. അതേമാതിരി തന്നെ പിന്നെ രവിപിള്ള സാറ് എല്ലാമാതിരി എല്ലാവരും, ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പനാണെങ്കിലും ആ ഹെൽത്ത് സെക്ടറായിട്ടുള്ള സംഗതിയിൽ ബാക്കിയുള്ളത് അത് പിന്നെ ഒരു എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. അതെ അല്ല, ഞാനത് മനസ്സിലാക്കി. ഇപ്പം നമ്മളൊക്കെ പറയും, ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പം പല ഇൻഫ്ലുവൻസേഴ്സും പലതും തുടങ്ങി, നിങ്ങളെന്താ വേറൊന്നും തുടങ്ങാത്ത? എനിക്കൊരു പണി അറിയാം, ഞാനത് വൃത്തിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഇന്ന് റിസൾട്ട് വരും, ചിലപ്പോൾ നാളെ വരും, എനിക്ക് മറ്റന്നാൾ വന്നാൽ മതി. നാളെ വൈകുന്നേരം നിർത്തിയാലാണല്ലോ പ്രശ്നമുള്ളൂ. ജാക്മൊക്കെ പറയുന്നുണ്ട്, നാളെ വൈകുന്നേരം ഓൾമോസ്റ്റ് എല്ലാവരും നിർത്തും. മറ്റന്നാൾ വരെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് എനിക്കുണ്ട്. കാരണം പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കിയത്, ഈ മനുഷ്യന്മാർക്കൊരു വിഷയം, ഈ പ്രശ്നങ്ങൾ ഇത് സുലൈമാൻക്കൊക്കെ ഇത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാവും. നമ്മളൊരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ ഒരു ബാലൻസിങ് ഉള്ളൊരു സാധനമുണ്ട്. ഈ ഒരു സ്പിരിച്വാലിറ്റി എന്നൊരു സാധനം നമ്മളിലേക്ക് വരുമ്പോഴാണ്, കാരണം എൻഡ് ഓഫ് നമുക്കൊരു പീസിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ പീസ് എനിക്ക് പിന്നെ ഒരു കഥ ഉണ്ടല്ലോ, ഒരാൾ പിന്നെ ഇവിടെ അങ്ങനെ എന്താ പറയുക, ഒരു കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരാളോട് ചൂണ്ടെടുക്കുന്ന വേറൊരു കഥ എല്ലാവർക്കും അറിയുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ബിസിനസ് എന്താ കിട്ടുക? എനിക്ക് കടലിൻ്റെ തീരത്തൊന്ന് ഇരിക്കണം, ഞാനിപ്പോൾ അതാ ഇരിക്കുന്നതെന്ന് പറയുന്ന സാധനമല്ലോ. ഈ മെൻ്റലി നമ്മൾ ഓരോരുത്തരും ഓക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു പണി മാത്രം ചെയ്താൽ മതി. എൻ്റെ കൂടെ ഉള്ള മറ്റുള്ളവനെ പോലെ ആകാനും അല്ലെങ്കിൽ സൊസൈറ്റിൻ്റെ പ്ലഷറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എന്നെ പ്രീതിപ്പെടുത്തുന്നതിന് വരെ സൊസൈറ്റിനെ പ്രീതിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാനാവില്ല. നല്ല നല്ല ക്ലയൻസുകൾ ഉണ്ടാകുന്ന സമയത്ത് വലിയൊരു ഡീലിലേക്ക് ആവശ്യമില്ലാണ്ട് കടന്നു പോയപ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് നമുക്കിവിടെ ലൂസായത് എന്താ അറിയോ? നല്ല നല്ല ഇടപാടുകാരെ,
ഓൾറെഡി ഉള്ള ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ്. അത് നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ വേണ്ടാത്തയിലേക്ക് പോകുമ്പോഴാണ് വരും നമുക്ക്. ഇതിപ്പം സുലൈമാൻക്ക് അറിയാം. ഇപ്പം സുലൈമാൻക്ക് ഇപ്പം ഓൾറെഡി ഇപ്പം പോവാണ്, ഡെയിലി ബിസിനസ്സുകാരെ കാണുകയാണ്, റിയൽ എസ്റ്റേറ്റ് ഡെയിലി സംസാരിച്ചതിന് ശേഷം പിന്നെ 100 വേറെ ഓപ്ഷൻസ് വരും, 100 ഓപ്പർച്യൂണിറ്റി വരും. ഞാനിപ്പോൾ പറയുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് ആരും ഫെയിലർ ആവില്ല. പേഴ്സണൽ ബ്രാൻഡ് ചെയ്താൽ ഫെയിലർ ആവും. എപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റീസിനോട് നോ പറയാൻ പറ്റേക്കില്ലെങ്കിൽ. കാരണം എനിക്കും പറ്റിയതാണ്. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിട്ടുമ്പം നമുക്ക് ഈ എന്താ പറയുക ഷൈനിങ് ഒബ്ജക്റ്റീവ് വരുമല്ലോ, കാണും ഇന്നതെല്ലാം പൊന്നാന്ന് വെച്ചാൽ അതെനിക്കും ചെയ്യാമെന്ന് തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് വെറുതെ കുറേ സമയവും എഫേർട്ടും പൈസയും പോയി കളയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും എനിക്ക് എൻ്റെ പണി തന്നെ മര്യാദ ചെയ്താൽ മതി. ക്ലിയറായിട്ട് പീസ്ഫുൾ മൈൻഡായിട്ട് നടക്കുന്ന ആൾക്കാർ ആരാച്ചാൽ അവനാൻ ചെയ്യുന്ന ബിസിനസ്സിൽ മാത്രം സൂപ്പർ ഫോക്കസ് ചെയ്യുന്ന ആൾ അതിൻ്റെ മീറ്റിങ്സ് കറക്റ്റായിട്ട് എടുക്കും, ആ മീറ്റിംഗ് കറക്റ്റായിട്ട് കൊടുക്കും, അതിന് മീറ്റിംഗ് കറക്റ്റായിട്ട് ട്രാവൽ ചെയ്യും. അവരുടെ ഫാമിലിയായിട്ട് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല സക്സസ് ആണ്. മറ്റേത് വെച്ചാൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അതും ഇതും ഇത് ഫോൺ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം ഇവിടെ ശ്രദ്ധിക്കണം, ആകെ കൺഫ്യൂഷനാവും, ഉറങ്ങാനും പറ്റാത്ത. അല്ല ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുലൈമാനെ കുറച്ച് സക്സസ് എന്നുള്ളത് ആൾക്കാർക്ക് വിചാരിക്കും കുറേ മെറ്റീരിയലിസ്റ്റിക് സക്സസ് ആക്കിയിട്ട് അതിനെ കാണുമ്പം എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കിയൊരു വലിയ റിയാലിറ്റി പല ബിസിനസ്സുകാർക്കും ഫാമിലി ലൈഫില്ല. എൻ്റെ മോന് ഇത്രയും കാലം എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ നമുക്ക് മക്കളെ കിട്ടുന്നത് അവർ 4 വയസ്സുള്ള സമയമാണ്. ഒരു മക്കളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ സ്വഭാവം രൂപീകരിക്കുന്ന സമയം 4 വയസ്സ്. അവർക്ക് വേണ്ടി ഞാൻ 3 ദിവസം ഞാൻ ലീവ് കൊടുത്തിട്ട് അവരെ കൂടെ വെറുതെ കിടന്ന് കളിക്കില്ല. എനിക്ക് ഏറ്റവും വലിയ പ്രഷർ അതായിരിക്കില്ല. കാരണം നമ്മൾ ഏത് ബിസിനസ്സുകാരും പറയും എന്തിനാ സുലൈമാൻ ഖാൻ ഉണ്ടാക്കും, നിങ്ങളിപ്പോൾ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട വണ്ടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ട പിന്നെ വീടുണ്ട്, നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ സഫ്രാദിന് കൊടുക്കാനായിരിക്കും. ഇത് അനുഭവിക്കാൻ സഫ്രാദിൻ്റെ മോനാക്കി ഏറ്റവും ഇത് അനുഭവിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ സമയം കൊടുക്കാതെ വേറെ അത് മാറ്റിയത് എന്തൊക്കെയോ ആണെന്ന് പോയിട്ട് പിന്നെ എനിക്ക് സോഷ്യൽ പ്രഷറായി. ഈ ഫ്രസ്ട്രേഷൻ മാറ്റേണ്ടിയിട്ടാണ് സ്വന്തമായിട്ട് പീസില്ലാതെ ഫ്രസ്ട്രേഷൻ മാറ്റുമ്പോൾ എനിക്കിത് ആൾക്കാരെ കാണിക്കണം, ഞാൻ ഓക്കെ ആണ് ഹാപ്പിയാണെന്ന് കാണിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ഗിമ്മിക്സ് കാണിക്കും. എൻ്റെ ഓഫ് നിങ്ങൾ പറഞ്ഞ തല ചൊറിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് പല ആൾക്കാരും കാണും. ഇപ്പോൾ സുലൈമാനൊക്കെ വളരെ കൂളായിട്ടിരിക്കുന്നത്. ഒരു ബിസിനസ്സുകാരന് പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ പറ്റായിട്ടില്ല. അവന് പോഡ്കാസ്റ്റിലേക്ക് ഇരിക്കാനുള്ള സമയം പോലും അവൻ്റെ ഫോണ് 1 മണിക്കൂർ വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന ലെവലിലേക്ക് പോയാലും അവന് അവിടെ തീർന്നില്ലേ. കൂടുതൽ കൂട്ടുകാരെ ബിൽഡ് ചെയ്യണം. ഈ ബിസിനസ്സിൽ വേണ്ട ഒരു സംഭവം കൂടുതൽ കൂട്ടുകാരെ ബിൽഡ് ചെയ്യണം, കുടുംബങ്ങളെ പോയി നോക്കണം. ഇപ്പോൾ ഫർഹാൻ പറഞ്ഞ ഫാമിലി ആയിട്ടുള്ള ഒരു ഇത് വേണം. ഇതെല്ലാം പാടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ലൈഫ് കിട്ടുക. നമുക്കെന്തോ നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെന്തോ നഷ്ടപ്പെടുന്നില്ല, ഒരു ഭയം. പോയിട്ടില്ലെങ്കിൽ ഒരു ഭയം നമ്മൾ ഉണ്ടാകും. പക്ഷേ ഈ കല്യാണങ്ങൾ അങ്ങനത്തെ ആൾക്കാർ കൂടുന്ന സദസ്സുകളെ കുട്ടികളെ പറഞ്ഞേക്കണം. അത് പ്രാക്ടിക്കലായിട്ട് അവർ സോഷ്യൽ ലൈഫിൽ അത് നിർബന്ധമാണ്. കാരണം ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് വേണം, ഒരു ബിസിനസ്സുകാരനെ വേണം. ഇപ്പം ഒരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതിൽ പോയിട്ടിൽ എന്തോ നഷ്ടപ്പെടുന്നുണ്ട് അല്ല, ഇരുന്ന് കച്ചവടം ചെയ്ത് വലുതായ ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, അത്രത്തോളം ഒരു നിര ആൾക്കാർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് ഫർഹാൻ പറഞ്ഞ മാതിരി ഒരു അത് നല്ല ലാഭമല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. അവിടെയാണ് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങളൊരു ബ്രേക്ക് ഇട്ടോളി. നോ പറയാൻ പഠിക്കണം. അവിടെ നോ പറയാൻ പഠിച്ചാൽ ലൈഫിൽ സക്സസ് ആയി. തീർച്ചയായും. ഇപ്പോൾ സുലൈമാൻ ഖാൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിയത്? ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ഒരു ഫാൻസിയായിട്ട് എല്ലാവരും പറയുന്ന സംഭവം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബ്രോക്കർ എന്ന് പറയും എന്നൊരു സംഭവം. പക്ഷേ സുലൈമാൻ ഖാൻ അന്നേ ബ്രാൻഡാക്കിയിട്ടുണ്ട്. ഈ ബ്രോക്കർ എന്ന് പറയുന്ന സംഭവം നമ്മളെ ഒരു എബിലിറ്റി, നമ്മളെ സ്വന്തം ഉണ്ടാക്കുന്ന ഒരു എബിലിറ്റിന്ന് ഒരു ക്ലോസിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു കമ്മീഷൻ കിട്ടുമ്പോൾ അതിന് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കർ ആ ഒരു സംഭവം പിന്നെ ആദ്യം മുതൽ കുറച്ച് വെറുതെ കിട്ടി ഒരാളെ കൂടെ നടന്നിട്ട്. അങ്ങനെ ഈ 1000-2000 ഒക്കെ കിട്ടുമ്പോൾ ഇത് നല്ല പണിയാണല്ലോ എന്ന് നമ്മളെ മനസ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. വാപ്പ മരക്കച്ചവടമാണെങ്കിൽ മരക്കച്ചവടം കുറച്ച് ചെയ്തു, മനസ്സിലായില്ലേ? മരക്കച്ചവടം ചെയ്തു, ബാംഗ്ലൂരിലേക്ക് പലകയും മറ്റതൊക്കെ കയറ്റി കുറേ കാലം ഇത് ചെയ്തു. പിന്നെ സാൻഡൽവുഡ് ഫാക്ടറി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ കേരളത്തിൽ മൊത്തം. ആ കാലഘട്ടത്തിൽ അതിലൊരു ചെറിയ ഷെയർ കൂടിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാറ് കച്ചവടം, ജീപ്പുള്ള കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് പക്കായിട്ട് ഇറങ്ങുന്നത്. ഈ കോഴിക്കോട് ഞാനൊക്കെ വരുന്ന സമയത്ത് മാവൂർ റോട്ടിൽ 2.5 ലക്ഷം ഉറുപ്പിയുള്ളൂ. പുതിയ മാവൂർ റോട്ടിലൊക്കെ 2.5 ലക്ഷം ഉറുപ്പിയുള്ളൂ. അപ്പം അന്ന് ബ്രോക്കറായിട്ട് അവിടുന്ന് ചെറിയ സംഗതികൾ തമ്മിൽ മുട്ടിക്കുമ്പോൾ
ഇടയിൽ കിട്ടുന്ന ഒരു 2% അല്ലെങ്കിൽ 1% ആണ് നമ്മുടെ. അപ്പോൾ അതിന് ക്ലയൻറ്റിനെ തരിക. അപ്പോൾ ആ ക്ലയൻറ്റിന് വേണ്ട ക്ലയൻറ്റിനെ ബയർ ഉണ്ടാക്കുന്ന സംഭവം എന്താണ്? പിന്നെ റോ മെറ്റീരിയൽ എന്താണ്? ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ്, ആ ബന്ധങ്ങളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഓരോരുത്തർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ആ ഒരു സംഭവമാണല്ലോ റിയൽ എസ്റ്റേറ്റിലെ സംഭവം. റിയൽ എസ്റ്റേറ്റിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സിനും അത്. പക്ഷേ ഇതൊന്നും കൂടി നല്ലത്. അപ്പോൾ അറിയുന്ന എന്തൊക്കെ ലിഫ്റ്റിൽ നിന്ന് സലാം പറഞ്ഞു, മേലെ 4ാമത്തിലെത്തിയപ്പോൾ തന്നെ എന്താ പരിപാടി ചോദിച്ചു, റിയൽ എസ്റ്റേറ്റ് ആണ്. എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അബാദ് പ്ലാസയെന്ന്. ശരിക്ക് 5ാമത്തെ ഫ്ലോറിൽ അവരെ കൂടെ പോയിട്ട് പിറ്റേ ദിവസം ഒരു കച്ചവടം നടത്തി. അതെന്താണ്? ആ സലാം പറഞ്ഞ് ആ മേലെത്തിയപ്പോഴത്തേനും ഒരു കച്ചവടം നടന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. ട്രെയിനിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അല്ല, നമ്മൾ മിണ്ടാണ്ട് ഒരാളായിട്ട് ഇരിക്കാൻ പാടില്ലല്ലോ. എപ്പോഴും സംസാരിച്ചുകൊണ്ട് പിന്നെ പാളിച്ചകളാണ് നമ്മളെ അറിയിക്കേണ്ടത്. നമ്മളെ സക്സസ് അറിയിക്കേണ്ട ആവശ്യമില്ല. അല്ല, സക്സസ് അറിയിക്കുന്നതിലേറെ നല്ലത് ഞാൻ പറയുന്നത്, ഓവർലോഡ് എടുത്താൽ നമ്മളെ ഇടപാടുകൾ തെറ്റും. ഇടപാടുകൾ തെറ്റിയ ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിക്കും. അത് നമുക്ക് അത് ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ സുലൈമാൻക്ക് പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. റിലേഷൻഷിപ്പ് ഇത്രയും നെറ്റ്വർക്ക് ആകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് ഞാൻ ഫർഹാനെ പറയുന്നത്, ഡീൽ നടത്താത്ത ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇല്ല, ഡീല് നടത്തുന്ന ബന്ധങ്ങളല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. അത് മനസ്സിലാക്കുന്നുണ്ടോ? അതൊരു ഭയങ്കര പോയിന്റ് ആണ്. പിന്നെ ഡീല് സാമ്പത്തികമായിട്ടും പിന്നെ അങ്ങനത്തെ വല്ല ബന്ധങ്ങൾ നടന്നാലാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അങ്ങനെയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. നടന്നില്ലെങ്കിൽ ആ ബന്ധം ഭയങ്കരമായിട്ട് നല്ല എപ്പോഴും ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഡീല് നടത്തണ്ട. അല്ല, ഡീല് നടത്താം. പഴയ കാലത്ത് ഞങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓവർലോഡ് ആയപ്പോൾ സമയത്തിന് ഇന്ന് രജിസ്റ്റർ നടത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രജിസ്റ്റർ നടത്താൻ പറ്റില്ല. ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിപ്പ, വെള്ളപ്പൊക്കം, കൊറോണ, നമ്മൾ കൺട്രോൾ കേരളത്തിൽ മൊത്തം നമ്മളെ ഫീൽഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇതൊന്നും ചിലപ്പോൾ ഇൻവെസ്റ്റർ അറിയില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ബാക്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് അറിയില്ല. പല നഷ്ടങ്ങളും സംഭവിക്കാതെ നമ്മളെ ഇൻവെസ്റ്റർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അവർക്ക് ആ ലാഭം കൊടുക്കണം. അപ്പോൾ അവിടെ വരുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ സെൽഫായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ സഹിച്ചിട്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് നഷ്ടം പറ്റിയിട്ടും വിറ്റിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് പോയിന്റ്, പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകുക എന്നുള്ളത് തോന്നി, അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു മൊമെന്റ് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിൻ്റെ സിനിമ, അത് ആ ഒരു സ്റ്റോറി തന്നെ. ആ സ്റ്റോറി തന്നെ ശരിക്കും നമ്മളെ പിന്നെ എൻ്റെ പാർട്ട്ണർമാർക്കൊക്കെ അറിയാം. 4-5 പാർട്ട്ണർമാരുണ്ടായിരുന്നു. കോഴിക്കോടത്തൊരു വലിയ ബിൽഡിങ്ങിൻ്റെ അറിയാലോ, അതിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാലോ. അതൊക്കെ പറഞ്ഞാൽ മോനെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഇത് അനുഭവിച്ചിട്ട് അത് പിന്നെ ഇന്നൊന്നും ഓർക്കാൻ കഴിയില്ല. ഇന്നലെയും കൂടി ഞാൻ അതിലൊരു പാർട്ട്ണറോട് തന്നെ സംസാരിച്ചു. അതിന് പൈസ കൊണ്ട് കൊടുത്തതും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും നടക്കാൻ പറ്റാത്ത സംഗതി. അപ്പോൾ അങ്ങനത്തെ കുറേ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇന്നിവിടെ ഇരുത്തം വന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കല്ല. ബ്രോക്കറായിട്ട് വെള്ളക്കുപ്പായ വെള്ളക്കുപ്പായ വെള്ളത്തുണി ഇട്ടിട്ട് ഈ ബ്രോക്കർ പണി എടുത്തിട്ട് അതിനൊരു ബ്രാൻഡാക്കി ഇന്ന് ബ്രോക്കർമാരൊക്കെ ഇന്നൊക്കെ നമ്മളെ ദുബായ് ഓഫീസിലും കോഴിക്കോട് ഓഫീസിലും എറണാകുളത്തും ഇവിടെ പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല യങ്സ്റ്റേഴ്സ് 20-22. ഇന്നലത്തെ ഞങ്ങൾ ഇത് കണ്ടോ, ഒരു ക്ലോസ് ചെയ്തൊരു കുട്ടി, അവൻ എത്ര വയസ്സാണ്? 22 വയസ്സാണ്. ഒരു ഡീല് ക്ലോസ് ചെയ്ത്. അങ്ങനെ ദിവസം ചെറിയ കുട്ടികളപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ പറഞ്ഞാൽ. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് കൂടി നിങ്ങൾക്ക് അറിയാം, ഞങ്ങളൊരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്, ബ്രോക്കർ അക്കാഡമി ടാൽ ഡ്രോപ്പായിട്ട്. അതിലൊരു 6 മാസം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബുക്ക് പഠിക്കല്ല, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തിട്ട് ഒരു ബ്രോക്കർ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കമ്പനിക്ക് പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൽ ആളെ വിളിച്ചാൽ അയാൾക്ക് കുറച്ച് അറിവുണ്ടാവും. കാരണം വെച്ചാൽ ബേസിക് സാധനം മുഴുവൻ, അതായത് പോയി എങ്ങനെ ലാൻഡ് കാണണം, എന്താണ് ഒരു എതിർപ്പ് പറഞ്ഞാൽ അതിനെ എങ്ങനെ മറികടക്കണം, റിജക്ഷൻ എങ്ങനെ സ്ട്രെങ്ത് ആക്കാൻ പറ്റും, പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അടിപൊളി ഒരു ബ്രോക്കർ അക്കാഡമിയാണ് ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ആ ഒരു മേഖലയെ, ആ ബ്രോക്കർ എന്ന മേഖലയെ ഇപ്പോൾ ഒരു അന്തസ്സായിട്ട്, പണ്ട് ബ്രോക്കർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയായിരുന്നു. ഓൻ ബ്രോക്കറാന്ന് പറഞ്ഞത്
കുറേ ആൾക്കാർ എന്നെ കളിയാക്കിയിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഓർത്തെന്താ വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ഈ പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസയായിട്ടാണ് എന്നുള്ളൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. പിന്നെ ബ്രോക്കർ എന്ന് വിളിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ബ്രോക്കർ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റായി, ഒരു ഭയങ്കര പ്രിവിലേജ്. ഇപ്പൊ ബ്രോക്കർമാർ ഒരു അന്തസ്സാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. ഏതൊരു സംഭവം, ഏതൊരു പ്രതിസന്ധി നേരിടുമ്പോൾ, സാമ്പത്തികമായിട്ട് മക്കളോ ആരെങ്കിലും നേരിടുമ്പോൾ അതിന് സമീപിക്കേണ്ട ഡോക്ടർ ആരാന്നറിയോ? ആരാ? ഒരു ഡോക്ടറല്ല, ഒരു കുടുംബത്തിനല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ ആണ് അവർ. ഒരു വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രയാസം വന്നു കഴിഞ്ഞാൽ വാങ്ങാനും കൊടുക്കാനും അതിനാര് വേണം? ഒരു റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ വേണം. ആ മീഡിയേറ്റർ, ചില ആൾക്കാർ മീഡിയേറ്റർ ഇല്ലാണ്ട് കോടിക്കണക്കിന് ഉറുപ്പിക നഷ്ടം വന്ന ആൾക്കാരുണ്ട്. അവൻ വേണ്ട, ഇവൻ വേണ്ട എന്ന് പറഞ്ഞു. വളരെയധികം ശ്രദ്ധിച്ചോളി. ഈ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഡീലില് റിയൽ എസ്റ്റേറ്റ് ഒരു മീഡിയേഷൻ വഹിച്ചാൽ രണ്ട് കൂട്ടർക്കും എല്ലാം കൊണ്ടും നല്ലതാണ്. അല്ല, ഇപ്പം നമ്മൾ വിശ്വാസപ്രകാരമാണെങ്കിലും ഒരു മീഡിയേറ്റർ റോള് ഭയങ്കര റോളാണ്. അതിൽ ചിലപ്പോൾ പിന്നെ അയാൾ എന്നെ ഒഴിവാക്കിയ എത്രയോ ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കൊക്കെ നഷ്ടം വന്നിട്ടുള്ളൂ. പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അല്ല, നമ്മളടുത്തും അങ്ങനെ പാളിച്ചുകൾ വന്നിട്ടുണ്ട്. നമ്മളും അതിൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്കും വലിയ ഒരാൾ പരിചയപ്പെടുത്തിയാൽ ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം ഇപ്പം എല്ലാവരും പേടിയതാണ്. ഇപ്പം ഞാനിപ്പോൾ സുലൈമാൻ കാക്ക ഒരാളെ പരിചയപ്പെടുത്താന്ന് എല്ലാം പറഞ്ഞ് പിന്നെ നിങ്ങൾ തമ്മിലായി, നമ്മൾ പുറത്താക്കുന്ന സാധനം ഇതൊരു ഫാക്റ്റാണല്ലോ. അല്ല, ഫാക്റ്റാണ്. പക്ഷേ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ഡീൽ നടക്കുമ്പോൾ അത് എഴുതി വെക്കും. ഇന്നാളെ ത്രൂ ഇന്ന കമ്മീഷൻ, ഇത്ര % കമ്മീഷൻ, ആ കമ്മീഷനിൽ ഇത്ര നിങ്ങൾക്ക് ഇത്ര ഇന്ന കമ്പനിക്ക്, ഞങ്ങളെ കമ്പനിക്ക്, അങ്ങനെ വെച്ച് എഴുതാണ്ട് എഗ്രിമെന്റ് ആക്കിയിട്ട് അല്ല, ഒരു സ്ലിപ്പ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ മതത്തിൽ തന്നെ പറയേണ്ട ആ ഒരു സംഭവം പേപ്പറിലാക്കണം. അതുമാതിരി വെക്കാറുണ്ട്. ഇപ്പം അതൊക്കെ ഒരു സിസ്റ്റം. ഇതിന് മുമ്പൊക്കെ അതിനായിരുന്നു തല്ലും പിടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും, നാട് മുഴുവൻ മധ്യസ്ഥം പറയുന്ന. പിന്നെ തമ്മിൽ ഒരു തെറ്റി നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവനെന്നെ കൂട്ടിയില്ല, അവനെനിക്ക് തന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. അപ്പോൾ അവിടെ അവിടെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് ക്ലിയർ ചെയ്തുകൊണ്ട് വേണം ഇപ്പോഴത്തെ പുതിയ യങ്സ്റ്റേഴ്സ്. ഒരുപാട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതും ഈ ഒരു അതെ. അപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞ ഒരു സംഗതിയെ നമ്മളിപ്പോൾ ബ്രാൻഡാക്കിയിട്ട്, ബ്രോക്കർ എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മീഡിയേഷൻ വഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പവറാണ്, പ്രിവിലേജ് ആയി. പിന്നെ അവർ നിങ്ങളെ ഒരു തോട്ട് പ്രോസസ് പോയി. കാരണം കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ അതൊരു എഡ്യൂക്കേഷൻ കൊടുത്തത് കോഴ്സ് ഫ്രീ ആണോ അല്ലെങ്കിൽ പെയ്ഡ് ആണോ, അതിന്റെ പറയുകയാണെങ്കിൽ പെയ്ഡ് ആണ്. അതിന് ഒരു സിസ്റ്റം ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ. അതിന്റെ സംഗതികളെ മുന്നോട്ട് കൊണ്ട് എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലബ്ബും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്തപ്പം അതിൽ ഏറ്റവും കൂടുതലുള്ള കസ്റ്റമേഴ്സ് റിയൽ എസ്റ്റേറ്റ് ആണ്. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ഇത് നല്ല ഏജൻസി ഇല്ലാത്തതാണ്. നല്ല ഏജൻസി വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഏജൻസിനും ബെനിഫിറ്റാണ്, ഇവർക്കും ബെനിഫിറ്റാണ്. ആൻഡ് ദേ ആർ റെഡി ടു ഗിവ് ഇവൻ മേ ബി 50%, 60% കമ്മീഷൻ അവർ ഓൾറെഡി കൊടുക്കാനുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള ടാലൻറ്റഡ് ആയ ആളുകൾ, ഓൾറെഡി ബേസിക് പഠിച്ച ആളുകൾ നിങ്ങൾ ഹയർ ചെയ്യുമ്പം യുവർ ജോബ് വിൽ ബി ഈസി. യെസ്, അവിടെയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് വിചാരിച്ചോളി, ഞാൻ എൻ്റെ കൂടെ ഒരു ഡീൽ നടക്കുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുനടക്കും. യെസ്, കൊണ്ടുനടന്നിട്ട് ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്താണ് സംസാരത്തിൻ്റെ ശൈലി. അതായത് ഒന്ന് തീയിലിട്ട് വേവിക്കാണ്ട്. ഈ വേവിക്കൽ എങ്ങനെ അറിയോ ഫറാൻ? റിയൽ ടൈം എക്സ്പീരിയൻസ്. അതെ, ആ റിയൽ ടൈം എക്സ്പീരിയൻസ് പോയി ഇരുന്ന് സംസാരിച്ച്. അമേരിക്കയിലൊരു ഷെബീറുണ്ട്. ആ ഷെബീറും ഞാനായിട്ടൊരു 7 ഏക്കർ സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തു. രാവിലെ 5:30 മണിക്കായിരുന്നു. 5:30 മണിക്ക് സൂര്യൻ ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കാറിൽ തന്നെ 7 ചെയറുണ്ടായിരുന്നു. ആ 7 ചെയറും ഒരു ഫ്ലാസ്കിൽ ചായ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടിരുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഷെബീർ അമേരിക്കയിലാണ്, അങ്ങനെ ഒരു ഫ്ലൈറ്റൊക്കെ ഇതാകുന്ന ഒരാളാണ്. സുലൈമാൻ ഖാൻ, ഞാൻ കുറേ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. ഇത് 7 ഏക്കർ കാണിച്ചു തരുന്നു, അവിടെ തന്നെ ചെയർ ഇടുന്നു, അവിടെ തന്നെ ചായയും കുടിക്കുന്നു, അവിടെ തന്നെ കച്ചവടം സംസാരിക്കുന്നത്. ഡീൽ ക്ലോസ് ആയിട്ടില്ലായിരുന്നു. ഡീൽ പിന്നീട് വെച്ചു. അപ്പോൾ അവനെ പറഞ്ഞു ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഭയങ്കര ഒരു പയ്യനാണ്, ഭയങ്കര സ്മാർട്ട് ആള്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മളപ്പോൾ എപ്പോഴും തോന്നിയത് നമുക്ക് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയല്ല. 5:30 മണിക്ക് നമ്മൾ റെഡി ആയിട്ട് കാറിൽ കുറച്ച് ചെറിയ സ്റ്റൂൾ വെച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ
ഒരു ഹാപ്പി അല്ല ഇതിൽ ഞാൻ നോക്കിക്കണ്ടത് ഇപ്പോൾ സുലൈമാനക്ക് ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച കാര്യം ഇപ്പം നമ്മളിപ്പം ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകതൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോണ്ടന്റ് വീഡിയോ ഒന്നുമല്ല, നേരെ മറിച്ച് ഇപ്പം സുലൈമാനൊക്കെ ഒരു 55 വയസ്സായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സുലൈമാൻ ഒരു 50 ഒരു 60 എത്തുമ്പം നമ്മളൊരു 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ തോട്ട് പ്രോസസ് ഇങ്ങനെ മാറി മാറി വരും. ഒരു മെച്യൂരിറ്റി ലെവൽ കുറച്ചുകൂടി കൂടുന്നു പറയും. ഇപ്പം പറയുന്നത് സദാല സഭയ്ക്ക് 40 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എത്തുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഒരു 50-60 കഴിയുമ്പോഴത്തേക്ക് സുലൈമാൻ ഖാൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സുലൈമാൻ ഖാൻക്ക് 2 ഓപ്ഷനാണത്. ഒന്ന് സുലൈമാൻ ഖാൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞിട്ട് പോവാം. നേരെ മറിച്ച് സുലൈമാൻ ഖാൻ്റെ ഈ എക്സ്പീരിയൻസ് ഒരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇതിനൊരു പോസിറ്റീവ് സൈഡ്. ഒബ്വിയസ്ലി നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കുടുംബങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സുലൈമാൻ ഖാൻ അക്കാദമികളിലൂടെ കൊടുക്കുന്നത്. കാരണം ഈ 2 തരത്തിൽ ആൾക്കാർ ചിന്തിക്കുക. ഒന്ന് ഞാൻ മതി, എൻ്റെ ഇതെല്ലാം ആയിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് മതി, സുലൈമാൻ ഖാൻ അവിടെ ഇരിക്കാം, റെസ്റ്റ് എടുക്കാം. ഇത് നേരെ മറിച്ച് ഇതേപോലെ ആഗ്രഹമുള്ള, കാരണം ഇപ്പോൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു നമ്മൾ പറയാം 21 വയസ്സുള്ള പയ്യൻ, അവനൊരുപാട് സ്വപ്നം ഉണ്ടാവും. അവനാണ് ഈ സാധനം കിട്ടുന്നതെങ്കിൽ അവനുങ്ങൾ കൊടുക്കുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവനൊരു സ്ഥലത്ത് CV കൊണ്ടുപോയി ജോലി വാങ്ങി റിജക്റ്റ് ചെയ്ത് 5-10 കൊല്ലം കോർപ്പറേറ്റിൽ നിന്ന് പഠിക്കുന്ന ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾ 6 മാസം നിങ്ങളെ ഈ ഒരു അക്കാദമിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവൻ സെറ്റായി. അവൻ്റെ ഒരു പ്രാർത്ഥന പോലെ നമുക്കൊരു ബാഡ് കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 92-93 അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട ആളെ പേരാണ് ഇബ്രാഹിം അഹമ്മദ് അലി. ഇന്ന് ഷാർജയിലെ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസിൻ്റെ ചെയർമാൻ. അന്ന് മുതൽ ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ ദുബായിലിരിക്കുമ്പോൾ അയാളെ വിസയിലാണ് ഞാൻ 10-30 വർഷമായിട്ട്. ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉമ്മനോട് എങ്ങനെ പെരുമാറണം, മനുഷ്യന്മാരോട് എങ്ങനെ, ടേബിളിൽ എങ്ങനെ മാനേഴ്സ് കീപ്പ് ചെയ്യണം, എന്താണ് ഏതാണെന്നില്ല കുറേ വിവരങ്ങൾ ഇപ്പം പറഞ്ഞ അറിവിനെ പകരുക എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ അറിവിനെ നമ്മൾക്ക് പകർന്ന് അത് നമ്മൾക്ക് മനസ്സിലേക്ക് കയറാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ അത് പറഞ്ഞ് അയാൾ ഈ ഓരോരോ വിസിറ്റിങ്ങിന് വരവിലും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിനെ മാറ്റിയെടുത്തു. ഞാനിപ്പോൾ എൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരു വക്കത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ വന്നാൽ അത് കലാക്കിയിട്ടുണ്ടാവും. ഒരു വക്ത് ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അതിൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ അയാളായിരിക്കും. നമ്മളെ ഉമ്മാനെ കൂടുതൽ സ്നേഹിക്കാൻ കാരണം. അപ്പോൾ അതേമാതിരി നമ്മളുടെ കുറേ ബാഡ്, അതായത് ഈ റിയൽ എസ്റ്റേറ്റിൽ വന്ന അബദ്ധങ്ങൾ, പിന്നെ പൈസക്ക് വേണ്ടിയില്ല അത്യാഗ്രഹം, അവിടെ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, അവിടെ നേടിയെടുത്ത ബന്ധങ്ങൾ, ചാരിറ്റി ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, നമ്മളെ അനുഭവങ്ങൾ മറ്റുള്ളൊരാൾക്ക് അക്കാഡമി ആയിട്ടും അല്ലാതെ നമ്മളിപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കൂടി മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സാധനം, തീർച്ചയായും അല്ലാതെ അഹങ്കാരമല്ല, നമുക്ക് ആളാവണം എന്നില്ല, നമ്മളൊരു വിവരം അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്കതിലൊരു ഉപകാരപ്പെട്ടോട്ടെ. സുലൈമാൻ ഖാൻ്റെ ഇത് പാളിച്ചെന്ന് പറ്റിയല്ലോ, പക്ഷെ എനിക്ക് ഞാൻ പറ്റാൻ പാടില്ല. തീർച്ചയായും ഫറാൻ മനസ്സിലാക്കണ പോയിന്റ്. തീർച്ചയായും സുലൈമാൻ ഖാന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം, ഒരു അതിമോഹം ഉണ്ടായിട്ട്, അത്യാഗ്രഹം പൈസക്ക് ഉണ്ടായിട്ട്, അങ്ങനത്തെ ഒരു ബന്ധങ്ങളൊക്കെ. അല്ല, അത് സുലൈമാൻക്ക് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം വേറൊരാൾ പറയുമ്പോൾ, കാരണം സുലൈമാൻ ഖാന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഇത് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അവിടെയൊക്കെ ആ ഒരു പോയിന്റും കൂടി ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കാം. നമ്മളിങ്ങനെ പറന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ പറ്റി കുറ്റം പറയാൻ ചിലപ്പോൾ ഒരു ബ്രോക്കറേജ് കിട്ടാത്തവന്, ചിലപ്പോൾ അവൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും, നമ്മളെ കുറ്റം പറയും. പല ആൾക്കാരോടും പറഞ്ഞോട്. ഇപ്പോൾ ഒരാളുണ്ട്, ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ അപ്പം തന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ഈ ഖത്തർ ഭാഗത്ത്. ഞാനൊരു 3-4 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ഞാൻ മൈൻഡ് ചെയ്യലേ ഇല്ല. കാരണം ന്യായമില്ലാത്തൊരു കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഖത്തറിലല്ല, അതിൽ വേറെയും ആൾക്കാരുണ്ട്, മൈനസ് പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെ നമ്മൾ മുഖം നോക്കരുത്. 100% പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ചില മൈനസുകൾ, ചില കാറുകളിൽ നടക്കുമ്പോൾ ചില ഇപ്പോൾ ഇടപാടിൽ ചിലപ്പോൾ അവരായിട്ട് എന്തെങ്കിലും പാളിച്ച 2 പേർക്കും പറ്റിയിട്ടുണ്ടാവും. ഇതൊക്കെ വിളിച്ചു പറയുന്നതും പോസ്റ്റ് ഇട്ടാൽ അതിന് ഇപ്പോഴാണ് ഈ പോസ്റ്റുകളൊക്കെ തുടങ്ങിയത്. ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ വരുന്ന, ലിങ്ക്ഡിനൊക്കെ വന്ന് ഇപ്പോഴാണല്ലോ, ഇതിൻ്റെ മുമ്പേ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക, ഞാൻ എന്തെങ്കിലും അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയും. അപ്പോൾ ഈ പുതിയ ആൾക്കാരോട്, പുതിയ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അതൊരു സംഭവമാണ്. ഒരാളെന്തെങ്കിലും മൈനസ് പറഞ്ഞാൽ അതിനെ നോക്കിക്കണ്ടിട്ട് ആ സാധനം സ്റ്റോപ്പ് ചെയ്യരുത്. ഒരിക്കലും അതിനെ അതിജീവിക്കാൻ കഴിയണം. അത് കുടുംബത്തിൽ നിന്നാവാം, പെങ്ങളെ കുട്ടികളാവാം, സ്വന്തത്തിൽ നിന്നാവാം, കൂട്ടുകാരാവാം. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയും ക്ലോസ് സർക്കിളിൽ നിന്നായിരിക്കും. ക്ലോസ് സർക്കിളിൽ നിന്ന് അത് എല്ലാവർക്കും വരും.
അപ്പോൾ അതിനെ മൈൻഡ് ചെയ്തിട്ട് ഫീലിംഗ് ആകുന്ന ഒരു മനസ്സുണ്ടാവും. ആ ഫീലിംഗ് ആകുന്ന മനസ്സേറ്റ് പോയിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റക്കൊക്കെ ഇരുന്നിട്ട് കുറേ ചിന്തിക്കും. പാടില്ല. അവിടെയാണ് ആ റിജക്ഷൻ സ്ട്രെങ്ത് ആക്കുന്ന സാധനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എന്ത് പോട്ടടാ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു അവിടെ മൈനസായിട്ട് ആത്മഹത്യ വരെ സംഭവിച്ച് ഫർഹാൻ ഒരാൾ ഫീലിംഗ് ആക്കിയാൽ, ഇപ്പോൾ നമ്മളവിടെ ഒരു മലപ്പുറത്തൊരാൾ രാത്രി ഒരു ഫോണിൽ സംസാരിച്ചിട്ട് ചീത്ത പറഞ്ഞു. ആൾ പിറ്റേന്ന് രാവിലെ തൂങ്ങി മരിച്ചു. ആ ഒരൊറ്റ കാരണം അത് താങ്ങാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ചില ആൾക്കാർ ഇതിനായിട്ട് നിൽക്കും, ഇത് മൈനസ് ആക്കാനായിട്ട് നിൽക്കും. ആ മൈനസ് ആക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു കാര്യമില്ല. എന്ത് വിഷയങ്ങളും ഏത് വിഷയങ്ങളും സംസാരിച്ച് തീർക്കാവുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ, കുടുംബങ്ങളുടെ മുന്നിൽ, എൻ്റെ ഭാര്യ ഭർത്താവ് ജ്യേഷ്ഠന്മാർ സ്വത്തുക്കൾ എല്ലാം ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും ഇരുന്ന് ഈ മനസ്സുകൊണ്ട് ചിരിച്ച് എന്താണ് കുറച്ച് വിട്ടുവീഴ്ച ചെയ്താൽ എല്ലാം തീരാവുന്നുള്ളൂ. കോടതി ഒഴിവാക്കാം, പ്രശ്നങ്ങൾ ഒഴിവാക്കാം, കത്തിക്കുത്ത് ഒഴിവാക്കാം, ആത്മഹത്യ ഒഴിവാക്കാം. ഇതൊക്കെ നമുക്ക് അരമണിക്കൂർ ഒന്ന് ഇരിക്കല്ലേ. അപ്പം എന്താ വെച്ചാൽ അവിടെ ഒരു സാധനം വർക്കൗട്ട് ചെയ്യും. എന്താ പറയുക, ഈഗോ. ആ ഈഗോ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ആരോ ഒരാൾ തന്ന ജീവൻ, ഒരു ബോഡി, ആ ബോഡി മണ്ണിലേക്ക് പോണ്, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണെങ്കിൽ അത് കത്തിച്ചു പോണ്, അല്ലെങ്കിൽ അത് ഒരു കറണ്ടിന് കത്തിച്ചു പോണ്. ഇതിൻ്റെ ഒരു ശരി അതിൻ്റെ ഉള്ളിലൊരു ജീവിതം കുറഞ്ഞ സമയം. നിൻ്റെ കയ്യിലിപ്പോൾ ഒരു 10 കോടി ഇപ്പോൾ ഫർഹാൻ്റെ കയ്യിലുണ്ട്. ഫർഹാൻ ഇപ്പോൾ ഈ ടീഷർട്ടും ഈ ഒരു പാൻറ്റും ആ ഒരു വാച്ചുവല്ലേ കിട്ടുള്ളൂ. നീ ഇപ്പോൾ എന്താ കഴിക്കും? മാക്സിമം നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡും കഴിക്കും അല്ലേ? ഇതിപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. അത് മുമ്പ് പോയ ഒരു കാലഘട്ടം ഉണ്ടായി, രാജാക്കന്മാരും തമ്പരാക്കന്മാരൊക്കെ അന്ന് പട്ടിണിൻ്റെ ആയിരുന്നു. അന്നൊക്കെ ഓക്കെ, അന്ന് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പറയുന്നൊരു സാധനം കൂടി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടോ ഫർഹാൻ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സാധനം, പണത്തിനെ ആരും ഇപ്പോൾ പണക്കാരനെ ബഹുമാനിക്കുന്നില്ല. പണക്കാരൻ തരുന്ന മര്യാദയെ ബഹുമാനിക്കും. ഒന്നുകൂടി പറഞ്ഞേ, പണക്കാരൻ തരുന്ന മര്യാദയെ ബഹുമാനിക്കും. എന്ത് റെസ്പെക്റ്റ് തരുന്നോ, അവനെന്ത് ഭക്ഷണം ഒരു വട്ടം തിന്നോന്ന് പറയണോ, അല്ല തിന്നോന്ന് പറയുന്നു, അതായത് അതുവരെ നോക്കണപ്പോൾ നമുക്ക് എന്തിനാ അവരുടെ ഭക്ഷണം, നമുക്ക് എന്തെങ്കിലും. കാരണം ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പണ്ട് ചെമ്മീനിലോടുത്ത ആൾക്കാർ പോയിരുന്നു, അവിടെ ചെമ്മീനെന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായില്ലേ? അവിടെ ഇന്ന് ആട്ടിറച്ചിണ്ടെന്ന് പറഞ്ഞിട്ട് പോണ കാലം. ഇന്നെന്ന് പറഞ്ഞാൽ മക്കൾ അതല്ല. ഇന്ന് ഞാൻ സ്നേഹിക്കുന്നത് എവിടെ അറിയങ്ങൾ, നമുക്ക് എന്ത് റെസ്പെക്റ്റ്, ബഹുമാനം, ആര് എന്ത് തരുന്നു, അങ്ങനെ ഒരു ഭക്ഷണത്തിന് വിളിച്ചാൽ വരെ ചോറ് വെച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെച്ചിട്ട് പോകില്ല. അതൊരു 3 വട്ടം പറയുമ്പോണ്ടല്ലോ, അതാ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടാണ് പറയുന്നത്. ആയിക്കോട്ടെ എന്നാ കഴിച്ചിട്ട് പോവാന്ന് പറയണം. മനസ്സിലായി? ആ ഒരു സംഭവം കൂടി ഇതിന്റെ ഭാഗമാണ്. ഇതിൽ പുതിയ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളടുത്ത് കുറേ പണം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് വലിയൊരു കാർ ഉണ്ടായിട്ട്, നിങ്ങൾ വലിയ സൗകര്യം ഉണ്ടായിട്ട് നിങ്ങളെ ഇന്നത്തെ സമൂഹം റെസ്പെക്റ്റ് ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് അവർക്ക് എന്ത് ചെയ്യണം? ഒരു ചിരി മതി ചിലപ്പോൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ തീർക്കാൻ. ഒരു ചിരി, ആ ചായന്റെ പൈസ ഞാൻ കൊടുക്കാം, വാ നീ വാ. അത് ഇത് ഞാൻ പറയാം, മലബാറിലെ ബിസിനസ്സുകാരുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ചിരിയും ചായയും എന്നൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ ഡീലിന്റെ ഒരു ജീവിക്കുന്ന എക്സാമ്പിൾ ആയിരിക്കും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫർഹാനെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരു 10 ലക്ഷം ഉറുപ്പ്യ, ഒരു 10 സെന്റ് സ്ഥലവും നീ ആർക്കെങ്കിലും കൊടുക്കുമോ? നീ കൊടുക്കേണ്ട സാധനം എന്താണ്? ശരി. ഇപ്പം ഞാൻ വന്നപ്പോൾ താഴെ വന്നു, കാറിന്ന് സ്വീകരിച്ചിട്ട് എന്നെ ഇവിടെ കൊടുന്നു, എനിക്ക് ആദ്യം തന്നെ നീ കോഫി തന്നു, അപ്പം തന്നെ ഞാൻ നിന്നെ അളന്നു കുറച്ച്. പിന്നെ ഞാൻ എൻ്റെ കൂടെ വന്ന് പിന്നെ നീ എവിടുന്നെങ്കിലും ഒന്ന് കാണുമ്പോൾ സുലൈമാൻ ഒരു ചായ കുടിക്കല്ലേ, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരിക്കല്ലേ, നമുക്ക് ഒന്ന് ചിരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നീ ഒന്ന് അഹങ്കരിച്ചിട്ട് എൻ്റെ മുന്നിൽ നിന്ന് പോവുകയാണെങ്കിൽ പോട്ടെ. ഇതാണ് ഉണ്ടാവുക. ഇത്രേ ഉള്ളൂ. ആ കാര്യം ഇമ്പോർട്ടൻസ് ഇതാണ്. അല്ല, ഇപ്പോൾ ഇത് എക്സ്പീരിയൻസ് നിങ്ങൾ പറയുമ്പോൾ പലർക്കും ഇത് തെറ്റിദ്ധാരണ. ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പോഡ്കാസ്റ്റിംഗ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കാര്യം ആത്മഹത്യയാണ്. ഒരു മനുഷ്യനും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യന് ആത്മഹത്യ ചെയ്തു പോവാണ്. ഈ അനുഭവങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ചിരിച്ചാൽ, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് ഞാനിപ്പം പറയാറുണ്ട്, ഇപ്പം ഈ മനുഷ്യന്മാരോട് പറയുമ്പോഴാണ് പ്രശ്നം. മനുഷ്യന്മാർക്ക് നമ്മൾ മനസ്സിലാക്കുന്നിടത്തിൽ ഇപ്പോൾ സുലൈമാൻക്കാണ് ഞാൻ മനസ്സിലാക്കുമ്പം എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ എൻ്റെ ചെറിയ മനസ്സിൽ നിന്നായിരിക്കും ഞാൻ സുലൈമാൻക്കാണ് അളക്കുന്നത്. ചിലപ്പോൾ സുലൈമാൻഖാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നം തീരുന്നില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ മേലുണ്ട്. അത് ഏത് വിശ്വാസിയാണെങ്കിലും ആ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആ വിശ്വസിക്കുന്ന ആളോട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞ കുറേയൊക്കെ അങ്ങോട്ട് തീരും. അത് ചിലപ്പോൾ മനുഷ്യന്മാർ കേട്ടിട്ടില്ലെങ്കിൽ പോലും പഠിച്ചവനോട് പറഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമല്ലോ, അവിടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിന് സൊല്യൂഷൻ. അതിനുമുള്ളൊരു കാര്യമെ തോന്നിയിട്ട് നമ്മൾ തോറ്റിട്ട്
നമ്മൾ ആരെയാണ് നമ്മൾ തോറ്റുപോയല്ലേ. അതൊരു നിമിഷം പറഞ്ഞു കൊടുക്കാനോ ചിന്തിക്കാനോ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റിയ സംഭവമുള്ളൂ. കാരണം ഇതിലിപ്പം സുലൈമാനൊക്കെ അറിയാം, എല്ലാം കിട്ടി എന്ന് നമ്മൾ വിചാരിച്ച ആൾക്കാർ, അവർക്ക് മെറ്റീരിയൽ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ സുലൈമാൻ പറഞ്ഞ സമാധാനം ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ആത്മഹത്യയിലേക്ക് പോകില്ലല്ലോ. ഈ മെറ്റീരിയൽ കിട്ടിയ ആൾക്കാരെ റോൾ മോഡൽ ആക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെട്ടോണമെന്നില്ല. നേരെ മറിച്ച് നമുക്കൊരു പർപ്പസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഫീൽഡിൽ നമ്മൾ വരികയാണെങ്കിൽ എല്ലാവർക്കും വളരെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് റിയൽ എസ്റ്റേറ്റിലും ഉണ്ട്, നമ്മളെ ഫീൽഡിലും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇബ്രാഹിം അഹമ്മദ് അലി ഇപ്പോൾ സമസ്തയുടെ ഒരു ക്യാമ്പ് നടന്നു, വലിയ സമ്മേളനം നടന്നു, 100ാം വാർഷികം കുണിയ എന്ന് പറഞ്ഞ നടത്ത്. അതിലെ ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞ ആൾ ഫർഹാനെ ചെറുതായിട്ട് കാസർഗോഡ് നിന്ന് കപ്പൽ തുടങ്ങുന്ന കാലത്ത് രാജ്യം വിട്ട് ബോംബെയിലേക്ക് രാജ്യം വിട്ട് ഷാർജയിൽ വന്ന് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് സക്സസ് ആയിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ ഓയിലിൻ്റെ വില തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പം ചെയ്തത് ആരും ഒരു സ്റ്റേജിലേക്കും പോകാത്തൊരു വ്യക്തിയാണ്. ഇത് 150-160 കോടി രൂപയോളം വില വരുന്ന സ്ഥലം ഇപ്പോൾ സമസ്ത കൊടുത്തു, സമ്മേളനത്തിന് കൊടുത്തു, രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതുമാതിരി അവിടെ കൂടിയ ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തു. അയാൾ ഒരു സ്റ്റേജിലും വന്നിട്ടില്ല. അയാൾക്കത് പറയുന്നതും ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ബിസിനസ് പരമായിട്ട് നമ്മൾ ചെയ്തത് കുറേ ആൾക്കാർ കൊടുത്തത് കണ്ടിട്ട് അനവധി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ കൊടുക്കുന്നത് കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. ഇത് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തത് വേറൊരു തരത്തിൽ. അപ്പോൾ അതിനൊക്കെ ഈ പുതിയ ആൾക്കാർ അവർക്ക് എന്താണോ ചോയ്സ്, അറിയിക്കലാണോ അറിയാതെയാണോ, എന്തായാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ചാരിറ്റി നല്ലോണം പോകണം. ചാരിറ്റി പോകുമ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും. അറിഞ്ഞും ചെയ്യുക, അറിയാതെയും ചെയ്യുക, ഏത് രൂപത്തിലും ചെയ്യാം. അല്ല, ഇവിടെയൊക്കെ ഇന്റൻഷൻ നമ്മൾ പറയുമ്പോൾ നീയത്താണല്ലോ, ഇന്റൻഷനാണ് ഏറ്റവും പ്യുവർ. അത് അവിടത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആൻഡ് ഈ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ എന്താണ് പുഞ്ചിരിയാണല്ലോ ഏറ്റവും വലിയ ധർമ്മം. അവിടുന്ന് തുടങ്ങണമല്ലോ. പല ആൾക്കാരും പറയാറ് നമ്മളോട്, ഫറാനെ നമ്മളൊക്കെ 40-50 വയസ്സായി, ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചെയ്യും, നമ്മളെ മക്കൾക്ക് കൊടുക്കാണ്, അവർ ചെയ്യട്ടെ, നമ്മൾക്കൊക്കെ ഇതാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറ് അവിടെ സുലൈമാനൊക്കെ പറയണത് ഞാൻ പറയണത് അല്ലല്ല, അത് വെട്ടി. കാരണം വെച്ചാൽ 80 വയസ്സായാലും നമ്മൾ ചെയ്തത് നമ്മളെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി പേഴ്സണൽ ബ്രാൻഡിങ് നടത്തി ഇപ്പോൾ എത്രയോ ആൾക്കാർ, അറിയാത്ത ആൾക്കാരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് ഒരൊറ്റ വാക്കേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇന്ന് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിൽ 25 to 30, 26 to 30 വരെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ AI കാലഘട്ടമാണ്. ഇവിടെ എന്താണോ വേണ്ടത്, പേഴ്സണൽ ബ്രാൻഡിങ് മറ്റുള്ള ആൾക്കാർക്ക് കുറേ ഉപകാരപ്പെടും. പിന്നെ അവിടെ പ്രാഞ്ചി അല്ലെങ്കിൽ വേറെ അഹങ്കാരം അല്ലെങ്കിൽ അതിന് പല പേരും അവിടെ ഇടും. നെവർ മൈൻഡ്, അതിൻ്റെ മൈൻഡ് ചെയ്യാതിരിക്കുക. അല്ല, അത് നിങ്ങൾ അച്ഛനെ തല്ലിയാലും ആളുകൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായത്തിന് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു കാര്യം പേഴ്സണൽ ബ്രാൻഡിങ് എന്നല്ല ഒരു കാര്യം നമ്മൾ ചെയ്യൂല. അല്ല, പേഴ്സണൽ ബ്രാൻഡിങ് നടത്തിക്കോളൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഫർഹാൻ ഒരു കാര്യം പറയട്ടെ, 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെ നമ്മൾ അറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലും കേരളത്തിലുള്ള എത്ര ആൾക്കാർ ഞാനതിനില്ല എന്ന് പറഞ്ഞ് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാൻ ഞാനത് ഷോ ചെയ്യില്ല, ഞാനത് ക്യാമറ നിൽക്കും, എത്ര ആളിപ്പോൾ വന്നു എന്ന് പറയാം. അല്ല, നമുക്ക് അഭിമാനത്തോട് പറയാം. നമ്മൾ 4 വർഷമായിട്ട് പറയുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുണ്ട്, നമുക്ക് കണ്ണിൽ കാണുകയാണ് അവർക്കുണ്ടായ ബെനിഫിറ്റ്, അവർക്കുണ്ടായ ചേഞ്ചും. അതായത് ഉമ്മാൻ്റെ കോന്തലക്കന്ന് പൈസ എടുത്ത് അതിൽ നിന്ന് ഹോട്ടൽ പണി തുടങ്ങി വന്ന് എല്ലാവിധ ആൾക്കാർ ഇന്ന് സക്സസ് ആയിട്ടുള്ള ദുബായിലടക്കമുള്ള മൊത്തം പണക്കാർ, ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അടക്കമുള്ള സൗദി അറേബ്യയിൽ, ബഹ്റൈൻ, ജിദ്ദ, കമ്പൗണ്ടർ, അതായത് ചെറിയ ജോലിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരൊക്കെ വന്ന് കോടീശ്വരന്മാരായ അവരുടെ ചരിത്രം
പേഴ്സണൽ ബ്രാൻഡ് ആക്കണം എന്ന് പറയും. ആ ബ്രാൻഡ് അവർക്ക് മാത്രമല്ല അതിൻ്റെ ഉപകാരം, വരും തലമുറക്ക്, സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് മടിച്ച് നിൽക്കാണ്ട് കുറേ ആൾ, ഞാൻ പറഞ്ഞില്ല 2026 ടു ഈ 12 മാസം കൊണ്ട് വന്ന ആൾക്കാരുടെ എണ്ണം ഹ്യൂജാണ്, ഭയങ്കരമായിട്ട്. അതിൽ ചില ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഈഗോ ഉണ്ടാവും, ഒരു അസൂയ ഉണ്ടാവും. ഇതൊക്കെ മാറ്റി വെച്ചോളൂ ചില ആൾക്കാർക്ക്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, മറ്റൊരാൾ എന്താണെന്നോ വിചാരിച്ചിട്ട് അസൂയപ്പെട്ടിരുന്നൊരു കാര്യമല്ല. അവനാണ് ഉള്ളത് ഒരു ശരീരം, എല്ലാവരുമായും ശരീര അവയവങ്ങൾ മനുഷ്യന് തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് കൂടുതൽ 10 കിലോൻ്റെ അരിൻ്റെ ചോറ് കഴിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ലിമിറ്റഡായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ച, എല്ലാത്തിനും പ്രവർത്തന ശൈലി സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട്. പണം എന്നുള്ളത് ബാങ്കിലിടാനേ പറ്റുള്ളൂ. ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കുറേ വാക്കുകൾ, കുറേ കാഴ്ചപ്പാടുകൾ, കുറേ ചിന്തകൾ, കുറേ ദാനധർമ്മങ്ങൾ, കുറേ ഭക്ഷണം കൊടുക്കൽ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. അതെല്ലാവർക്കും ദൈവം കൊടുത്തത് ഒരേ മാതിരിയാണ് ഫർഹാൻ. അപ്പോൾ ഈഗോ ഒഴിവാക്കുക, ക്ഷമ ഉണ്ടാകുക, കുടുംബങ്ങളെ നോക്കുക. ഏറ്റവും കൂടുതൽ ഭാര്യയെ നോക്കുന്നവൻ ഭയങ്കര സംഭവമാണ്. ആ ഒരു സംഗതി. പിന്നെ പറഞ്ഞില്ലേ നമ്മൾ തെറ്റിദ്ധാരണ, പിന്നെ അറിയാത്ത ഒരാളെ പറ്റിയിട്ട് നമ്മൾ കുറ്റം പറയാം. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെറുപ്പക്കാർ ഒഴിവാക്കിയാൽ, നമ്മൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണം. അത് മനസ്സ് കൊണ്ടെടുക്കരുത്. അത് കൊണ്ടു നടന്നാൽ നമ്മൾ തന്നെ ഒരു ബോഡിക്ക് ഒരു കനായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയ യങ്സ്റ്റേഴ്സ് കൊണ്ടു നടന്നാൽ ബിസിനസ്സിലും ഗ്രോത്തും സമയം കിട്ടും. വേണ്ടാത്ത കാര്യങ്ങൾ. പിന്നെ ആദ്യം പറഞ്ഞ സംഭവം, ഒരു ഡ്രസ്സ്, ആ ഡ്രസ്സ് ഒരേ ഡ്രസ്സാണെങ്കിൽ ഒരു ബ്രാൻഡാക്കി കഴിഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടാണ് ഇമേജ് എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെറ്റപ്പ്, നല്ലൊരു സംവിധാനം. ഇപ്പോൾ ദുബായിൽ ഫർഹാൻ അക്തർ ഒരു പേരെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഉഷാറായിട്ട്. ആര് ചോദിച്ചാലും ഫർഹാൻ അക്തറിനെ അറിയാത്ത ആൾക്കാരില്ല. അപ്പോൾ ഈ ഒരു മേഖലയെ പിടിച്ചടക്കി തന്നെ പറയാം. അത് എത്രയോ വട്ടം 5ഓ 8ഓ പ്രാവശ്യം എൻ്റെ അഭിപ്രായത്തിൽ വീണ് എണീറ്റ് നിന്നിട്ട് ഇപ്പോൾ സ്ട്രെങ്തായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ 34 വയസ്സായില്ലേ? കണ്ടാലറിയില്ല, കണ്ടാൽ എനിക്ക് 24 എപ്പോഴും. അപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.